ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. സെക്കൻഡ് മൊഡ്യൂള്, ഫസ്റ്റ് മൊഡ്യൂളിന്റെ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ട് നിങ്ങളൊന്ന് വായിച്ചു പോവാം. നമുക്ക് ഒന്നിച്ച് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. സെക്കൻഡ് മൊഡ്യൂൾ റിലേഷണൽ ഡാറ്റ മോഡൽ ആൻഡ് SQL. അതിനകത്ത് റിലേഷണൽ ഡാറ്റ മോഡൽ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ അതിനകത്തുള്ള കുറെ കൺസ്ട്രെയിൻസ്, പിന്നെ SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് വേറെ 2 ലാംഗ്വേജും കൂടെ ഉണ്ട്, റിലേഷണൽ ലോജിബ്ര ആൻഡ് റിലേഷണൽ കാൽക്കുലസ്. അപ്പൊ ഇതെല്ലാം റിലേഷണൽ ഡാറ്റ മോഡലുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിലേഷണൽ ഡാറ്റ മോഡലും റിലേഷണൽ ഡാറ്റാബേസ് കൺസ്ട്രെയിൻസ്, പിന്നെ വരുന്നത് റിലേഷണൽ ലോജിബ്ര ആൻഡ് റിലേഷണൽ കാൽക്കുലസ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL. അതിനകത്ത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, അസേർഷൻസ്, ട്രിഗേഴ്സ്, വ്യൂസ്, റിലേഷണൽ ഡാറ്റാബേസ് ഡിസൈൻ യൂസിങ് ER ടു റിലേഷണൽ മാപ്പിംഗ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ലാബില് ഇതിനകത്ത് SQL സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് DDL DML എത്രത്തോളം ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിനകത്ത് ലാബിൽ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് പഠിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ടോപ്പിക് റിലേഷണൽ ഡാറ്റാബേസ് ഡിസൈൻ യൂസിങ് ER ടു റിലേഷണൽ മാപ്പിംഗ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഡാറ്റാബേസ് തന്നാൽ അതിന്റെ ER ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തായിരുന്നു. ഒരു കമ്പനി ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഡാറ്റാബേസിന്റെ ER ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. നമ്മൾ അതിന്റെ പ്ലാൻ ഉണ്ടാക്കി. നമുക്കൊരു ഡാറ്റാബേസ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് പ്ലാൻ വരച്ചു. ദെൻ അതിനെ എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് നെക്സ്റ്റ് ലെവൽ റിലേഷണൽ മോഡലിലേക്ക് അതിനെ മാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ER ഡയഗ്രാം വരച്ചപ്പം കുറെ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു റിലേഷൻഷിപ്പും എൻറ്റിറ്റീസിനെയും എങ്ങനെ ഒരു റിലേഷണൽ മോഡലിലേക്ക് മാപ്പ് ചെയ്യാം. അപ്പൊ അതിന് കുറെ സ്റ്റെപ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള കണ്ടന്റ്. പിന്നെ അത് കൂടാതെ നമുക്ക് അഡീഷണലി റിലേഷണൽ ലോജിബ്ര ആൻഡ് റിലേഷണൽ കാൽക്കുലസ് ഇതും കൂടെ നോക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു റിലേഷണൽ ഡാറ്റ മോഡൽ ആൻഡ് റിലേഷണൽ ഡാറ്റാബേസ് കൺസ്ട്രെയിൻസ് അത്രയും നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ലാബ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുറെ കിട്ടും എന്തൊക്കെയാണ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്നുള്ളതെല്ലാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ER മോഡലിൽ നമുക്കൊരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് ഡേറ്റാസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് മോഡൽ ER മോഡലിൽ നമ്മുടെ ഡാറ്റാബേസ് സ്ട്രക്ചറിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി റിലേഷണൽ ഡാറ്റ മോഡലിൽ നമ്മൾ ഡാറ്റാബേസിനെ കളക്ഷൻ ഓഫ് റിലേഷൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു ER ഡയഗ്രത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഓരോ എൻറ്റിറ്റീസിനെ നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡലിൽ എന്താക്കും? അതിനെ ഓരോ റിലേഷൻസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ എൻറ്റിറ്റി ടൈപ്പും ഓരോ റിലേഷൻസ് ആയിട്ട് നമ്മൾ ഡാറ്റാബേസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞ റിലേഷണൽ ഡാറ്റ മോഡൽ എന്നുള്ള ടേമിൽ തന്നെ റിലേഷൻസ് ആയിട്ടാണ് ഓരോ എൻറ്റിറ്റീസിനെ നമ്മൾ ഡാറ്റാബേസിൽ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫോർമൽ നെയിം ആണ്. റിലേഷൻ ഈസ് ആക്ച്വലി എ ടേബിൾ. ടേബിൾ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഈ ഒരു റിലേഷണൽ ഡാറ്റ മോഡലിൽ റിലേഷൻ എന്ന് പറയും. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ആണ്. അതിനകത്ത് കുറെ കോളംസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറെ റോസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് റിലേഷൻ ഇസ് എ ടേബിൾ വിച്ച് ഹാസ് വാല്യൂസ് ആൻഡ് റോ ഇൻ എ ടേബിൾ ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ വാല്യൂസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു റിലേഷൻ അല്ലെങ്കിൽ ടേബിളിലേക്ക് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കുകയാണ്. അത് എങ്ങനത്തെ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്? റിലേറ്റഡ് ഡാറ്റാസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷണൽ മോഡലിൽ ഒരു സ്റ്റുഡന്റ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റുഡന്റ് റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയുടെ കളക്റ്റഡ് ഡാറ്റാസ് ആണ് നമ്മൾ അതിനകത്ത് കളക്ട് ചെയ്യുന്നത്. അല്ലാതെ ചവറ് പോലെ കുറെ ഡാറ്റാസ് അല്ല. ആ സ്റ്റുഡന്റ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക്
നമ്മുടെ ഡിസൈനിങ്ങിൽ സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഡേറ്റാസ് ആയിരിക്കും നമ്മൾ ആ ഒരു ടേബിളിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓരോ റോ എടുത്താലും നമുക്കിപ്പോൾ സ്റ്റുഡന്റ് ടേബിൾ എടുത്തു, അതിനകത്ത് നമ്മൾ കുറേ ഒരു സ്റ്റുഡന്റിന്റെ എന്തൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തു. അതായത് സ്റ്റുഡന്റിന്റെ നെയിം വേണം, റോൾ നമ്പർ വേണം, ആധാർ കാർഡും വേണം, ഫോൺ നമ്പർ വേണം എന്ന് പറഞ്ഞ കുറെ നമുക്ക് കളക്ട് ചെയ്യേണ്ട ഡേറ്റാസ് നമ്മൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അതിനകത്തേക്ക് ഓരോ സ്റ്റുഡന്റിന്റെയും ഡേറ്റ നമ്മൾ റോ ബൈ റോ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ റോ എന്ന് പറയുന്നത് എന്താണ്, ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓരോ സ്റ്റുഡന്റിന്റെയും മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് റിലേഷണൽ ഡേറ്റ മോഡൽ. അപ്പം റിലേഷൻ ആയിട്ടാണ് നമ്മൾ ഡേറ്റാസിനെ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് ഫോർമൽ ടേംസ് ഉണ്ട്. ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓരോ നമ്മുടെ ടേബിളിലെ ഓരോ റോയിനെ നമ്മൾ എന്ത് പറയും, ടപ്പിൾസ് എന്ന് പറയും. ടേബിളിനെ നമ്മൾ റിലേഷൻസ് എന്ന് പറയും. കോളം ഹെഡറിനെ നമ്മൾ എന്ത് പറയും, ആട്രിബ്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ മൊത്തത്തില് ഒരു റിലേഷണൽ ഡേറ്റ മോഡൽ ഇൻ ദ ഫോം ഓഫ് ടേബിൾസ് അല്ലെങ്കിൽ റിലേഷൻസ് ആയിട്ടാണ് നമ്മൾ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു റിലേഷനിലെ ഓരോ ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഓരോ മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആണ്. നമ്മളിപ്പോ ഏത് എൻറ്റിറ്റി ടൈപ്പിന്റെയും അതിന്റെ ഒരു കറസ്പോണ്ടിങ് റിലേഷൻ എടുത്താൽ അതിനകത്ത് ഓരോ ടപ്പിൾസ് എന്ന് പറഞ്ഞാലും ഓരോ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ അതെങ്ങനെ നമ്മൾ റിലേഷൻ മോഡലിൽ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തൊരു എംപ്ലോയി റിലേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ റിലേഷന്റെ നെയിം എന്താണ്, എംപ്ലോയി എന്നാണ്. പിന്നെ അതിനകത്ത് കുറെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതാണ് കോളം ഹെഡേഴ്സ് ആണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. എംപ്ലോയി നമ്പർ, നെയിം, അഡ്രസ്, മൊബൈൽ നമ്പർ, ഏജ്, സാലറി. ദെൻ അതിനകത്ത് 3 റിലേറ്റഡ് ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 3 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഓരോ ടപ്പിൾസ് എന്ന് പറയുന്നതും ഓരോ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അതെല്ലാം ഒരു മീനിങ് ഫുൾ ഡേറ്റയാണ് നമുക്ക് ഓരോ ടപ്പിൾ എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നമ്മൾ താഴെയും പറയുന്നത്. റിലേഷണൽ മോഡലിൽ ഓൾ ഡേറ്റാസ് ആർ കളക്റ്റഡ് ലോജിക്കലി സ്ട്രക്ചർഡ് വിതിൻ റിലേഷൻസ് ആയിട്ടാണ് ഡേറ്റയെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് informally a relation may be viewed as a named two-dimensional table representing an entity set. അപ്പോൾ നമ്മുടെ ഡയഗ്രത്തിൽ നമ്മൾ എന്താണ്, മോഡലിൽ നമ്മൾ ഡേറ്റയെ കുറിച്ചൊന്നും നമ്മൾ ബോധവടല്ല. ഡയഗ്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡേറ്റാബേസിന് പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ എന്താന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഈ റിലേഷണൽ മോഡലിൽ നമ്മൾ എന്താണ്, ആ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഡേറ്റയെ പോപ്പുലേറ്റ് ചെയ്യാണ്. അതിന് കുറെ റിലേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോ റിലേഷൻസിലേക്ക് നമ്മൾ ഡേറ്റയും കൂടെ കൂടി നമ്മൾ പോപ്പുലേറ്റ് ചെയ്യാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു 2-dimensional ടേബിളിൽ കുറെ ടപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഡേറ്റയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മെയിൻലി വരുന്ന കുറെ കമ്പോണൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻസ് അല്ലെങ്കിൽ ടേബിൾസ് ആണ്. പിന്നെ അതിനകത്ത് കുറെ കോളംസ് ഉണ്ടാവും അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. പിന്നെ ഓരോ റിലേഷനിൽ കളക്ഷൻ ഓഫ് റോസ് അല്ലെങ്കിൽ ടപ്പിൾസ് എന്ന് പറയും. ഇനി അതിനകത്ത് അഡീഷണലി വരുന്നതാണ് ഡൊമൈൻസ് ആൻഡ് കീസ്. അപ്പൊ ഡൊമൈൻ ആൻഡ് കീ എന്ന് പറഞ്ഞാൽ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കുറെ കോളംസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓരോ കോളത്തിനും കുറെ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ഒരു ഡയഗ്രത്തില് എംപ്ലോയി എന്ന് പറഞ്ഞ റിലേഷനിൽ ആട്രിബ്യൂട്ട്സ് ആണ് എംപ്ലോയി നമ്പർ, നെയിം, അഡ്രസ്, മൊബൈൽ നമ്പർ, സജസ്. അപ്പൊ അതിനകത്ത് ഡൊമൈൻ ഓഫ് എംപ്ലോയി നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എംപ്ലോയി നമ്പർ എന്നുള്ള ആട്രിബ്യൂട്ടിന് പെർമിറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസ്, അതായത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ് എന്ത്, എംപ്ലോയി നമ്പറിന്റെ ഡൊമൈൻ. അപ്പൊ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളത്തിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാല് കുറെ സെറ്റ് ഓഫ് നെയിം ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഡൊമൈൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡൊമൈനിന്റെ നെയിം ഉണ്ട്, അതിനകത്ത് ആ സെറ്റ് ഓഫ് വാല്യൂസിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, അതിന്റെ ഫോർമാറ്റ് എന്താണ്, ഇതും കൂടെ കൂടിയാണ് ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ എംപ്ലോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞ ആ ഒരു കോളത്തിന് എന്താണ് നെയിം, അതായത് എംപ്ലോയി നെയിം ആണ്. പിന്നെ അതിനകത്ത് ആ എംപ്ലോയി നെയിം എന്ന് പറഞ്ഞ കോളത്തിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, അതിന്റെ ഫോർമാറ്റ് എന്താണ്, അത്രയും കാര്യങ്ങൾ കൂടുന്നതാണ് ഓരോ കോളത്തിന്റെയും ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ സംഭവം തന്നെ. ഇപ്പൊ ഒരു ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഒരു കോളം, അതിന്റെ ഡൊമൈൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ കോളത്തിന്റെ സെറ്റ് ഓഫ് വാല്യൂസ് എന്താണ്, അതായത് ഫോൺ നമ്പേഴ്സ് ആണ്. യു എസ്
ഇപ്പൊ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിന്റെ ഡേറ്റാസ് ആണ് കളക്ട് ചെയ്യണമെങ്കിൽ ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ആ ഒരു കോളത്തിന്റെ ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് പെർമിറ്റഡ് ഫോൺ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോൺ നമ്പറിന്റെ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എന്താണ്, അതാണ് അതിന്റെ ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡയഗ്രാം. അപ്പൊ ഒരു റിലേഷണൽ ഡേറ്റ മോഡലില് റിലേഷൻസ് ആയിട്ട് ഡേറ്റ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എംപ്ലോയി എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ കമ്പോണൻസ് എല്ലാം കൂടി നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നോക്ക, എംപ്ലോയി നിങ്ങൾക്ക് ആ ഫിഗർ ക്ലിയർ ആണ്. എംപ്ലോയി എന്ന് പറയുന്നത് റിലേഷന്റെ നെയിം, പിന്നെ എംപ്ലോയി നമ്പർ, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, ടെലിഫോൺ നമ്പർ, സാലറി എന്നൊക്കെ പറയുന്നത് അതിന്റെ കോളംസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ദെൻ ഇതിനകത്ത് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയി നമ്പർ, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം എന്നൊക്കെ ഉള്ളത്. ഡൊമൈന്റെ വാല്യൂസ് എന്താണ്? അതിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? അതെല്ലാം ആ ഡൊമൈൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പെടും. ഫോർമാറ്റ് എന്താണ്, ഡേറ്റ ടൈപ്പ് എന്താണ്, ഡൊമൈന്റെ നെയിം എന്താണ്, ഇത്രയും കൂടുന്നതാണ് ഡൊമൈൻ. അപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞ റിലേഷനിൽ എംപ്ലോയി നമ്പറിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി നമ്പർ എന്ന് പറയുന്നതാണ് ഡൊമൈന്റെ നെയിം, അതിന്റെ ഡേറ്റ ടൈപ്പ് ഇന്റിജേഴ്സ് ആണ്, പിന്നെന്താണ് അതിന്റെ ഫോർമാറ്റ് ഇന്നതാണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതിന്റെ ഡൊമൈൻ. ഇനി അതിനകത്ത് കുറെ ടപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറെ ടപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ടപ്പിൾസിനെ നമ്മൾ എന്ത് പറയും? റെക്കോർഡ് എന്നും പറയും. ഓക്കെ, ഒരു റിലേഷനിലെ ഓരോ ടപ്പിൾസ് എന്ന് പറയുന്നത് റോയിനെയാണ് നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെക്കോർഡ് എന്നും പറയും. നമ്മളിപ്പോ ഈ കാര്യങ്ങളെല്ലാം മാറി മാറി ഇനി വരുന്ന ടോപ്പിക്കിൽ പറയും. ടപ്പിൾസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ റോ. ഓക്കെ, കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ്, റിലേഷൻ അല്ലെങ്കിൽ ടേബിൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി പറയണേൽ ഡിസ്കസ് ചെയ്യും. ഇനി ഇതിനകത്ത് ഡിഗ്രി ഓഫ് എ റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. ഡിഗ്രി താഴെ കൊടുത്തിട്ട് ഡിഗ്രി ഓഫ് എ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിലേഷനിൽ എത്ര നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കോളംസ് ഉണ്ട്, അതാണ് ഡിഗ്രി ഓഫ് എ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്ര കോളംസ് ഉണ്ടാവും ഈ റിലേഷൻ? ടപ്പിൾസ്, ഓർഡേർഡ് സെറ്റ് ഓഫ് വാല്യൂസ്. അപ്പൊ ടപ്പിൾ റോ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനില് നമുക്ക് സെറ്റ് ഓഫ് ടപ്പിൾസ് ഉണ്ടാവും. ഈ ടപ്പിൾസ് എല്ലാം ഈ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പം 1 2 7 ടപ്പിൾസ് ഉണ്ട്. ഈ 7 ടപ്പിൾസ് എടുത്താലും അതിന്റെ ഡൊമൈന്റെ ഓർഡർ എന്താണ്? സെയിം ആണ് അല്ലെ? ഫസ്റ്റ് എംപ്ലോയി നമ്പർ, അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം. അതായത് ഒരു ഓർഡേർഡ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ഈ ടപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഏത് ടപ്പിൾ ഏത് റോ എടുത്താലും അല്ലെങ്കിൽ ഏത് റെക്കോർഡ് എടുത്താലും അത് ആ എംപ്ലോയി റിലേഷനിൽ അതിന്റെ അതിന്റെ ആട്രിബ്യൂട്ട്സിന്റെ ഓരോ വാല്യൂസിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഓരോ ആട്രിബ്യൂട്ട്സിന്റെയും വാല്യൂ നമ്മൾ കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതാണ് ഓരോ റെക്കോർഡ് അല്ലെങ്കിൽ റോ അല്ലെങ്കിൽ ടപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ടേബിൾ എടുത്താൽ ഇതിനകത്തുള്ള ഫോർമൽ ടേംസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തൊരു സ്കീമ നെയിം എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു താഴത്തെ ഫിഗറിൽ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു സ്കീമ നെയിം എന്ന അല്ലെങ്കിൽ സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ എന്നുകൊണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു എടുത്താല് അതിന്റെ സ്ട്രക്ചർ, അതായത് അതിനകത്ത് ഏതൊക്കെയാണ് കോളംസ് ഉള്ളത്, ഓരോ കോളത്തിന്റെയും ഡേറ്റ ടൈപ്പ് എന്താണ്, സൈസ് എന്താണ്, അതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് സ്കീമ, റിലേഷൻ സ്കീമ എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്നത് കസ്റ്റമർ എന്ന് പറഞ്ഞ റിലേഷന്റെ സ്കീമ എന്ന് പറഞ്ഞാല് കസ്റ്റമർ എന്ന് പറയുന്നതാണ് ആ ഒരു റിലേഷന്റെ നെയിം കസ്റ്റമർ ആണ്. ആ റിലേഷൻ കസ്റ്റമറിനകത്ത് കസ്റ്റമർ ഫസ്റ്റ് നെയിം ഉണ്ട്, കസ്റ്റമർ ലാസ്റ്റ് നെയിം ഉണ്ട്, കസ്റ്റമർ സ്ട്രീറ്റ് ഉണ്ട്, സിപ്പ് കോഡ് ഉണ്ട്, കസ്റ്റമർ ഫോൺ ഉണ്ട്. ഇത്രയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേർഡാണ് റിലേഷൻ സ്കീമ. ഓക്കെ, ഇനി അതിനകത്തുള്ള ഓരോ റെക്കോർഡ്സിനാണ് നമ്മൾ എന്ത് പറയാ? ടപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ടപ്പിൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് കോമയായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കാണ്. കുമാർ സിംഗ് 52/57 സ്റ്റോർ, അതായത് ഒരു സിംഗിൾ റോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒരു ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ആ കറസ്പോണ്ടിങ് റിലേഷനിലെ ഓരോ ആട്രിബ്യൂട്ട്സിന്റെ ഡൊമൈൻ വാല്യൂസ് കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് റിലേഷനിലെ ടപ്പിൾസ്. ഇനി അത് കോളം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയാം.
അപ്പോൾ ഒരു സിംഗിൾ സെൽ ഇൻ ദ ടേബിൾ കോൾഡ് ഫീൽഡ് വാല്യൂ, ആട്രിബ്യൂട്ട് വാല്യൂ ഓർ ഡാറ്റ എലമെന്റ്. അപ്പൊ അതിനകത്ത് കുമാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ സെല്ലാണ്. അതായത് ഒരു ആട്രിബ്യൂട്ടിന്റെ ഒരു സിംഗിൾ വാല്യൂ ആണ് എന്ത് കുമാർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ഡാറ്റ എലമെന്റ് എന്ന് പറയും. അപ്പൊ ഇതൊക്കെ പറയണത് നമുക്ക് നമ്മുടെ ലാബിലും ഇത് ആവശ്യമുള്ളതാണ്. നമുക്ക് ഇനിയിപ്പം വരുന്ന SQL ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലേഷൻ, സ്കീമ, ആട്രിബ്യൂട്ട് വാല്യൂ, ഡാറ്റ ടൈപ്പ്, ആ ഒരു ടേംസ് ഒക്കെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. ഇനി അടുത്ത നമ്മളിപ്പം എന്താണ് ഒരു റിലേഷൻ എടുത്താൽ അതിനകത്ത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് കണ്ടു, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോളംസ് കണ്ടു. അപ്പൊ അതിനകത്ത് ചില കോളംസ് എന്തായിരിക്കും? ആ ഒരു റിലേഷന്റെ കീ കോളംസ് ആയിരിക്കും, അല്ലെങ്കിൽ കീ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി കീ ആട്രിബ്യൂട്ട്സ് എന്താന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് നമ്മൾ എൻറ്റിറ്റി ടൈപ്പിൽ ഡയഗ്രാം പഠിച്ചപ്പോഴും കീ ആട്രിബ്യൂട്ട് എന്താന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു കീ ഒരു ടേബിൾ എടുത്താല് നമുക്ക് ഏത് കോളത്തിന്റെ വാല്യൂ എടുത്താലാണ് അതിനെ ഒരു റോയിനും യുണീക്കിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു റിലേഷൻ എടുത്താൽ ആ റിലേഷനിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഓരോ റോയിനെയും യുണീക്കിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് പറയും? കീ ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പം ഒരിക്കലും കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സിംഗിൾ ആട്രിബ്യൂട്ട് മാത്രം ലിമിറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് എന്താക്കി പറയാം? കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ചിലപ്പം ഒരു ടേബിളിൽ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് കീ ആട്രിബ്യൂട്ട് ആവും, അല്ലെങ്കിൽ ചിലപ്പം കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ആ ഒരു റിലേഷനിലെ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് പലതരത്തിൽ നമുക്ക് അതിനെ ഒരു ടേബിൾ എടുത്താൽ നമുക്ക് പലതരത്തിൽ കീ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു എക്സാമ്പിളിൽ, അല്ലെങ്കിൽ ചില റിലേഷനിൽ ചിലപ്പം കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഡയഗ്രത്തിൽ പറഞ്ഞായിരുന്നു അങ്ങനത്തെ എന്റിറ്റീസിനാണ് നമ്മൾ വീക്ക് എന്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ എടുത്താലും നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ മേ ബി ചില റിലേഷൻസിൽ കീ ആട്രിബ്യൂട്ട്സ് വരണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വേറെ റിലേഷനിലേക്ക് ഫോറിൻ കീ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് മാപ്പ് ചെയ്തിട്ടാണ് യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യുന്നത്. അതൊക്കെ ഇനി കൺസ്ട്രെയിൻസിൽ നമ്മൾ പറയാൻ പോണുള്ളൂ. അപ്പോൾ നമുക്കൊരു ടേബിൾ എടുത്താൽ, ഒരു റിലേഷൻ എടുത്താൽ അതിന്റെ സ്ട്രക്ചറിൽ എന്താണെങ്കിലും ഒരു കീ ആട്രിബ്യൂട്ട് ഉണ്ടാവും. അതാണ് നെക്സ്റ്റ് ടേം. ഈച്ച് റോ ഹാസ് എ വാല്യൂ ഓഫ് എ ഡാറ്റ ഐറ്റം ദാറ്റ് യുണീക്കലി ഐഡന്റിഫൈ ദാറ്റ് റോ ഇൻ ദ ടേബിൾ. അതായത് ഒരു ടേബിളിൽ ഓരോ റോയിനെയും യുണീക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു ആട്രിബ്യൂട്ടിന്റെ ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട്. ഇനി അതല്ല, ചില കേസിൽ നമുക്ക് റോയിന്റെ നമ്പർ വെച്ചിട്ട്, സീക്വൻഷ്യൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ റോയിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ സീരിയൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ഓരോ റോയിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന ചില കേസസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കീ ഓർ സറോഗേറ്റ് കീ എന്ന് പറയുന്നത്. ബട്ട് നോർമലി നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് കീ വെച്ചിട്ടാണ്. ആർട്ടിഫിഷ്യൽ കീ ഓർ സറോഗേറ്റ് കീ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കീ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇത്രയുമാണ് നമ്മുടെ സമ്മറി. റിലേഷൻസ് ഓർ ടേബിൾസ്. Table of values. Relation may be thought as a set of rows. Relation may be alternately be thought of as a set of columns. ഒന്നുകിൽ നമുക്ക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റോസ് എന്ന് പറയാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോളംസ് എന്ന് പറയാം. സെറ്റ് ഓഫ് കോളത്തിന്റെ സെറ്റ് ഓഫ് വാല്യൂസിനെ നമുക്ക് റിലേഷൻ എന്ന് പറയാം. പലതരത്തിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ടേബിൾ എന്ന് പറയുന്നത് ഒരു 2-dimensional സ്ട്രക്ചറാണ്. അതിനകത്ത് റോസും കോളംസും ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഈച്ച് റോ റെപ്രസെന്റ്സ് എ ഫാക്ട് ദാറ്റ് കറസ്പോണ്ട് ടു എ റിയൽ വേൾഡ് എന്റിറ്റി ഓർ റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ഏത് റിലേഷൻ എടുത്താലും ആ റിലേഷനിൽ ഓരോ റോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്റിറ്റി ടൈപ്പിൽ ഓരോ എന്റിറ്റീസ് ആണ്. ഓക്കെ. നമ്മളിപ്പോ എംപ്ലോയി എന്റിറ്റി ടൈപ്പ് നമ്മൾ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്റിറ്റി ടൈപ്പ് ആണ് നമ്മുടെ റിലേഷൻ. ആ എന്റിറ്റി ടൈപ്പിൽ ഓരോ എന്റിറ്റീസ് ആണ് നമ്മുടെ റിലേഷനിലെ ഓരോ റോസും. അപ്പൊ അത് മനസ്സിലാക്കിയെടുക്കാം. And each row has a value of an item or set of items that uniquely identify that row in the table. അപ്പൊ ഓരോ റോയിലും ഇപ്പോൾ റോൾ നമ്പർ 1 എന്നുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസിൽ 1 എന്നുള്ള ആ ഒരു റോ എടുത്താൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിനെ നമുക്ക് യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അത്രയും കമ്പോണൻസ് കൂടുന്നതാണ് ഒരു റിലേഷൻ എന്നുകൊണ്ട് പറയണത്. ഇനി അടുത്ത സ്കീമ എന്താന്നുള്ളത്. സ്കീമ എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൗ ഔട്ട്ലൈൻ ഓഫ് ഹൗ ദ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ്. എങ്ങനെയാണ് നമ്മൾ ഒരു റിലേഷണൽ മോഡലിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സ്കീമ. അപ്പം ആക്ച്വലി സ്കീമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റിലേഷന്റെ നെയിം, പിന്നെ ആ റിലേഷനിൽ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് റിലേഷൻ സ്കീമ. അപ്പം നോർമലി ഒരു റിലേഷണൽ ഡാറ്റ മോഡലിൽ റിലേഷനെ നമ്മൾ ക്യാപിറ്റൽ R വെച്ച് റെപ്രസെന്റ് ചെയ്യും.
നമ്മളിപ്പോ ഒരു ഡെഫിനിഷൻ പറയുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമൽ ഡെഫിനിഷനിലൊക്കെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റിലേഷന്റെ നെയിം ആയിരിക്കും. A1 A2 അല്ലെങ്കിൽ എ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെല്ലാം എന്താണ്? ആട്രിബ്യൂട്ട്സിന്റെ നെയിം ആയിരിക്കും. ഓക്കെ. പിന്നെ അപ്പം റിലേഷൻ സ്കീമ എന്ന് പറയുന്നത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ ആർ ഇടുക, എന്നിട്ട് A1, A2, എക്സെട്ര അപ് ടു AN എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ റിലേഷൻ സ്കീമ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മുമ്പ് കണ്ട എംപ്ലോയി എന്നുള്ള റിലേഷൻ നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ എംപ്ലോയി എന്നുള്ളത് എഴുതുക, എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എംപ്ലോയി നമ്പർ, എംപ്ലോയി ID, എംപ്ലോയി ലൊക്കേഷൻ, അതൊക്കെ നമ്മൾ ഓരോ ആട്രിബ്യൂട്ട്സും കോമയിട്ട് ബ്രാക്കറ്റിൽ എഴുതുന്നതാണ് അതിന്റെ സ്കീമ. അപ്പൊ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഡേറ്റ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ റിലേഷന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതാണ് റിലേഷൻ സ്കീമ. ഇനി ഡൊമൈൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് DOM, ഡൊമൈൻ ഓഫ് AI. അപ്പം ഡൊമൈൻ ഓഫ് AI എന്ന് പറഞ്ഞാൽ എന്താ? AI എന്ന് ആട്രിബ്യൂട്ടിന്റെ പെർമിറ്റഡ് വാല്യൂസ്, ഡൊമൈൻസ് എന്താന്നുള്ളതാണ് ആ ഒരു എന്താണ് ഫോർമാറ്റ് വെച്ച് പറയുന്നത്. ഓക്കെ. ഇനി each attribute has a domain or a set of values. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് എ റിലേഷൻ. ഡിഗ്രി ഓഫ് എ റിലേഷൻ മീൻസ് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. ഇപ്പൊ സ്റ്റുഡന്റ് എന്നുള്ള റിലേഷൻ എടുത്തു, അതിന് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ആ സ്റ്റുഡന്റ് എന്നുള്ള ഒരു റിലേഷനിൽ ID, നെയിം, ഏജ്, ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറഞ്ഞ 4 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ സ്കീമ കിട്ടി. അപ്പൊ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഓക്കെ. ഇനി നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡേറ്റ ടൈപ്പും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്നാലും അത് സ്കീമ തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റുഡന്റ് എന്നുള്ളത് റിലേഷന്റെ നെയിം ആണ്. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് കോളം എഴുതി ID, എന്നിട്ട് അതിന്റെ ഡേറ്റ ടൈപ്പ് നമ്മൾ ഇന്റിജർ ആണെന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ പെർട്ടിക്കുലർ കോളത്തിന്റെ ഡൊമൈന്റെ ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് സ്കീമയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ID ഫുൾ കോളൻ ഇട്ടിട്ട് ഇന്റിജർ ഇട്ടാല് ID എന്ന് പറഞ്ഞ കോളത്തിന്റെ ഡൊമൈൻ ടൈപ്പ് എന്താണ്? ഇന്റിജർ ആണ്. കോമ അടുത്ത കോളം ഇടുക നെയിം. നെയിമിന്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ്. ഏജിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റിജർ ആണ്. അതെല്ലാം ഓരോ കോളം നെയിമും ഫുൾ കോളൻ ഇട്ടിട്ട് അതിന്റെ ഡാറ്റ ടൈപ്പും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കീമയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 തരത്തിൽ സ്കീമ റെപ്രസെന്റ് ചെയ്യാം. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താണ്? റിലേഷന്റെ നെയിമും അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മാത്രം നമ്മൾ അറിയുന്നതാണ് റിലേഷൻ സ്കീമ. അപ്പോൾ ഡാറ്റ ടൈപ്പും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കീമയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടേം എന്ന് പറഞ്ഞാൽ റിലേഷൻ സ്റ്റേറ്റ്. റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. അതായത് നമ്മളിപ്പം റിലേഷൻ സ്റ്റേറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കണില്ല. നമ്മളിപ്പോ ഇത് നോക്കാം, ഈ ഒരു സ്റ്റുഡന്റ് എന്നുള്ള ഒരു റിലേഷൻ എടുക്കാം. റിലേഷൻ എടുത്താല് നമ്മുടെ ഈ ഒരു റിലേഷനിൽ നമ്മൾ എന്തൊക്കെ ഡേറ്റാസ് ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഈ സ്റ്റുഡന്റ് എന്നുള്ള റിലേഷനിൽ നെയിം, SSN, ഹോം ഫോൺ, അഡ്രസ്, ഓഫീസ് ഫോൺ, ഏജ്, ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും, അതായത് നെയിമിന് സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഉണ്ട്, SSN ഉണ്ട്, ഹോം ഫോണിനുണ്ട്, അഡ്രസ്സിനുണ്ട്, അതിനെല്ലാം ഓരോ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാല് ഈ ഓരോ ഡൊമൈന്റെയും സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇത് കുറച്ചും കൂടി എന്താ പറയാ, നമുക്ക് ഓരോ ആട്രിബ്യൂട്ട്സിനും കുറെ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് അവൈലബിൾ ആണ്. പക്ഷെ ആ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നില്ല. അതിനകത്തുനിന്ന് ഒരു സബ്സെറ്റ് ആണ്, അതിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് നമ്മൾ ഒരു റിലേഷനിൽ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റുഡന്റ് നെയിം എന്ന് പറഞ്ഞ ആ ഒരു നെയിം എന്നുള്ള ഡൊമൈൻ ആട്രിബ്യൂട്ടിന് കുറെ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു റിലേഷൻ സ്റ്റേറ്റ് എടുത്താൽ അതിന്റെ ഒരു സബ്സെറ്റിനെ മാത്രമാണ് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യണുള്ളൂ. അതാണ് റിലേഷൻ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പോയിന്റ് ഓഫ് ഇൻസ്റ്റൻസിൽ ആ ഒരു റിലേഷനിൽ എന്തൊക്കെ ഡേറ്റാസ് ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്, അതാണ് നമ്മൾ ആക്ച്വലി റിലേഷൻ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതിന്റെ എല്ലാം ഡൊമൈൻസിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ റിലേഷൻ സ്റ്റേറ്റ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യേണ്ടത് സ്മോൾ r ഓഫ് ക്യാപിറ്റൽ R. അപ്പൊ നമ്മൾ ഇനിയിപ്പം നോർമലൈസേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്മോൾ r ഇട്ടിട്ട് ക്യാപിറ്റൽ R ഇട്ടാൽ അതിന്റെ മീനിങ് എന്താണ്? ഒരു റിലേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോ ഇതിനകത്ത് ചിലപ്പോ റിലേഷൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ R എന്നുള്ളൊരു റിലേഷന്റെ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എന്താണ് ആ ഒരു റിലേഷനിൽ ഉള്ളത്, അതാണ് റിലേഷൻ സ്റ്റേറ്റ് സ്മോൾ r വെച്ചിട്ട്
റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്, സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ ഓഫ് ഡോം ഈച്ച് ആട്രിബ്യൂട്ട്സ്. അതാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, കറന്റ് റിലേഷൻ സ്റ്റേറ്റ് വേൾഡിൽ കറന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ടപ്സ്. റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു, നമ്മുടെ റിലേഷനിൽ ആട്രിബ്യൂട്ട്സിന് കുറെ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഉണ്ട്. അതിന്റെ എല്ലാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് നമ്മൾ റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കറന്റ് റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് റിയൽ വേൾഡിൽ വാലിഡ് ടപ്പിൾസ് ഏതൊക്കെയാണോ അതാണ് കറന്റ് റിലേഷൻ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ ഓരോ തവണ നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ റിലേഷൻ മോഡൽ ഡിസൈൻ ചെയ്ത് അതിനകത്തേക്ക് കുറെ ഡാറ്റാസ് നമ്മൾ പോപ്പുലേറ്റ് ചെയ്തു. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് വരുമ്പോൾ കുറെ ഡേറ്റാസ് ഡിലീറ്റ് ആയി അങ്ങനെയൊക്കെ വരുമ്പോൾ റിലേഷൻസിന് കുറെ മോഡിഫിക്കേഷൻസ് വരും. അപ്പൊ നമ്മൾ കറന്റ്ലി കൺസിഡർ ചെയ്യുന്ന റിലേഷൻ ഏതാണോ അതാണ് അതിന്റെ റിലേഷൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കുറെ ഡെഫിനിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റിലേഷൻസ്, അതിന്റെ ഓൾട്ടർനേറ്റീവ് ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മള് റിലേഷൻ സ്കീമ ക്യാപിറ്റൽ ആർ വെച്ചാണ് റെപ്രസെന്റ്. A1 A2 AN എന്നുള്ളത് അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ദെൻ റിലേഷൻ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ ആർ ഓഫ് ക്യാപിറ്റൽ ആർ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സെറ്റ് ഓഫ് മാപ്പിംഗ്സ് ആർ ഈക്വൽ ടു, അതായത് റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറെ ആ സ്റ്റേറ്റിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ആ റിലേഷനിലുള്ള കുറെ റെക്കോർഡ്സ് ആണ്, കുറെ ഡാറ്റാസ് ആണ്. അപ്പൊ അതിനെ എല്ലാത്തിന്റെയും കൂടി സെറ്റ് ആണ് സ്മോൾ ആർ ഓഫ് ആർ. അതാണ് T1 T2 TM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഓരോ ടീം എന്താണ്, ഓരോ ടപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ റിലേഷന് ക്യാപിറ്റൽ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യും, ആട്രിബ്യൂട്ട്സിനെ A വെച്ച് റെപ്രസെന്റ് ചെയ്യും, റിലേഷൻ സ്റ്റേറ്റിനെ സ്മോൾ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യും, ഓരോ ടപ്പിൾസിന് T വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ റിലേഷൻ സ്റ്റേറ്റ് ആർ ഓഫ് ആർ എന്ന് പറഞ്ഞാല് ക്യാപിറ്റൽ ആർ എന്നുള്ള റിലേഷനിൽ കറന്റ്ലി ഉള്ള ടപ്പിൾസ് T1 T2 T3 എക്സെട്ര അപ് ടു TM വരെയുള്ളതിന്റെ സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് പറയുന്നത്. ദെൻ D ഇസ് ദ യൂണിയൻ ഓഫ് ദ ആട്രിബ്യൂട്ട് ഡൊമൈൻസ്. അതായത് D എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും ഡൊമൈന്റെ യൂണിയൻ ആണ്. ഓക്കെ, ഇതൊക്കെ ഓരോ ഡെഫിനിഷൻസ് പറയുന്നതാണ്. ഇനി എന്താണ് ടപ്പിൾസ് അല്ലെങ്കിൽ റെക്കോർഡ് അല്ലെങ്കിൽ റോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിലേഷനിലെ ഓരോ റെക്കോർഡ് അല്ലെങ്കിൽ ഓരോ റോയിനെയാണ്. അപ്പൊ ഓരോ റോ എന്ന് പറയുന്നത് എന്താണ്, ഓരോ ആട്രിബ്യൂട്ട് അതിന്റെ വാല്യൂ. അതായത് ഇപ്പം സ്റ്റുഡന്റ് ടേബിളില് ഇതിനകത്തുള്ള ഓരോ ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ, കോമ SSN എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ, കോമ, അങ്ങനെ കോമ ഇട്ട് എഴുതുന്നതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. ടപ്പിൾ ഓരോ ആട്രിബ്യൂട്ട് വാല്യൂ. അപ്പൊ ഇത്രയാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്, ഇൻട്രൊഡക്ഷൻ ടു റിലേഷണൽ മോഡൽ. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് റിലേഷൻസ് ആണ്. അപ്പൊ റിലേഷൻസ് ആർ ആക്ച്വലി ടേബിൾസ്. അപ്പം ഓരോ റിലേഷൻസിനും ഓരോ റിലേഷൻ നെയിം ഉണ്ടാവും, സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, ഓരോ ആട്രിബ്യൂട്ട്സിനും ഡൊമൈൻസ് ഉണ്ടാവും. ഓരോ ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം ഉണ്ടാവും, അതിന്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, അതിന്റെ ഡാറ്റ ടൈപ്പ്, അതുപോലെ തന്നെ അതിന്റെ ഡാറ്റ ടൈപ്പും സൈസും അതുപോലെ ഫോർമാറ്റ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം, കീ ആട്രിബ്യൂട്ട് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പം യുണീക്കിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷന്റെ അത് കീ ആട്രിബ്യൂട്ട് ആയിരിക്കും. പിന്നെ റിലേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ സമ്മറി, ഇൻഫോർമൽ ടേംസും ഫോർമൽ ടേംസും. അപ്പൊ ഇൻഫോർമൽ ടേം എന്ന് പറഞ്ഞാൽ ടേബിൾ, നമ്മുടെ റിലേഷണൽ മോഡലിൽ അത് റിലേഷൻ എന്ന് പറയും, ടേബിൾ റിലേഷൻ. ഓക്കെ, അപ്പൊ റിലേഷൻ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ നമുക്കിവിടെ മനസ്സിലേക്ക് എന്ത് വരിക, ടേബിൾ എന്ന് വരിക. ദെൻ കോളം ഹെഡർ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് ആണ്. ഓൾ പോസിബിൾ കോളം വാല്യൂസ് അതിന്റെ ഡൊമൈൻ എന്ന് പറയും. റോ എന്ന് പറയുന്നത് ടപ്പിൾസ് ആണ്. ടേബിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്കീമ. അപ്പം ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണ് സ്കീമ. റിലേഷൻ സ്കീമ എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ ഡെഫിനിഷൻ, അതായത് ടേബിളിന്റെ പേര്, ആ ടേബിളിൽ ഏതൊക്കെ കോളംസ് ആണ് ഉള്ളതെന്ന് പറയുന്നതാണ് അതിന്റെ സ്കീമ.
ഇനി പോപ്പുലേറ്റഡ് ടേബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദ റിലേഷൻ. അപ്പം ഒരു സ്റ്റുഡന്റ് എന്നുള്ള റിലേഷൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ടൈമിൽ അതിനകത്തേക്ക് എന്തൊക്കെ ഡാറ്റ നമ്മൾ പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കറന്റ്ലി അവൈലബിൾ ആണ്, അതെല്ലാം അതിന്റെ റിലേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിലേഷൻ. ഇനി റിലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഓർഡറിങ് ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ. അപ്പൊ നമുക്കറിയാം നമ്മളൊരു ടേബിൾ എടുത്താല് അതിനകത്തുള്ള റോ ഏത് ഓർഡറിൽ കിടന്നാലും അതിന്റെ മീനിങ് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ റോൾ നമ്പർ 1 എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് റോയിൽ കിടന്നാലും 5th റോയിൽ കിടന്നാലും എന്താ അതിന്റെ മീനിങ് കറക്റ്റാ. അപ്പൊ അതിനകത്ത് ഓർഡേർഡ് ആവണം, അതായത് ടപ്പിൾസ് നമ്മളൊരു ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടപ്പിൾസ് ഓർഡേർഡ് ആവണമെന്ന ഒരു നിർബന്ധമില്ല. ഓക്കെ, അതായത് ഒരു ടേബിൾ ഫോർമാറ്റിലാണ്. ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ് അല്ലെങ്കിൽ റോയാണ്. അപ്പൊ അത് ഓർഡേർഡ് ആവണമെന്ന് എന്താ, നമ്മൾ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഈ ടപ്പിൾസ് എല്ലാം ഓർഡേർഡ് ആവണം എന്നുള്ളതിന് പ്രത്യേകിച്ച് പ്രസക്തിയില്ല. ഓക്കെ, ദെൻ ഓർഡറിങ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ സ്കീമ. അപ്പൊ നമ്മളിപ്പോ ഒരു റിലേഷൻ സ്കീമ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം റിലേഷൻ സ്കീമയുടെ ആട്രിബ്യൂട്ട്സിന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം? നമ്മൾ ഏത് ഓർഡറിലാണോ ആട്രിബ്യൂട്ട്സ് നമ്മൾ സ്കീമയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഓർഡർ തന്നെയായിരിക്കണം അതിന്റെ വാല്യൂസ് നമ്മൾ പോപ്പുലേറ്റ് ചെയ്യാനായിട്ട്. സപ്പോസ് നമ്മളിപ്പോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ സ്റ്റുഡന്റ് എന്നുള്ള റിലേഷൻ എടുത്തു, അതിന്റെ ഫസ്റ്റ് ആട്രിബ്യൂട്ട് നെയിം റോൾ നമ്പർ ആണ്, പിന്നത്തത് നെയിം ആണ്, പിന്നെ ഫോൺ നമ്പർ, പിന്നെ ഇമെയിൽ ID. ആ രീതിയിലാണ് അതിന്റെ സ്കീമ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കണമെങ്കിൽ നമ്മൾ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെ തന്നെയായിരിക്കണം? സ്റ്റുഡന്റ് എന്നുള്ള റിലേഷനിൽ ഫസ്റ്റ് കോളത്തിന്റെ വാല്യൂ, അതായത് നമ്മൾ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതാണ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പോപ്പുലേറ്റ് ചെയ്യേണ്ടത്? റോൾ നമ്പറിന്റെ വാല്യൂ ആയിരിക്കണം, പിന്നെ നെയിമിന്റെ വാല്യൂ ആയിരിക്കണം, പിന്നെ അതിന്റെ ഫോൺ നമ്പർ ആയിരിക്കണം, പിന്നെ ഇമെയിൽ ID ആയിരിക്കണം. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഓർഡർ, അതിനകത്ത് ഓർഡർ മസ്റ്റ് ആയിട്ടും വേണം. അല്ലാതെ ടപ്പിൾസ് നമ്മൾ ഓർഡർ ചെയ്യണതിൽ എന്താണ്, അതിനകത്ത് സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷെ ആട്രിബ്യൂട്ട്സ് ഓർഡർ ചെയ്യുമ്പോഴും എന്താണെങ്കിലും എന്താണ്, നമ്മളത് ഓർഡർ അനുസരിച്ച് വേണം ആട്രിബ്യൂട്ട്സും അതിന്റെ വാല്യൂസും നമ്മൾ പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നെയിം, SSN, ഹോം ഫോൺ, അഡ്രസ്, ഓഫീസ് നമ്പർ, ഏജ്, ഗ്രൂപ്പ്, GPA എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ടപ്പിൾസ് ഏത് ഓർഡറിൽ നമ്മൾ റിലേഷനിൽ കൊടുത്താലും അതിന്റെ മീനിങ് കറക്റ്റ് ആണ്. ഓരോ റോ എടുക്കുമ്പോഴും അതിന്റെ മീനിങ് ഏത് റോയിലാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആട്രിബ്യൂട്ട്സിന്റെ ഓർഡർ എന്താണോ ആ ഓർഡറിൽ വേണം നമ്മൾ വാല്യൂസിന്, ഓരോ V1, V2, V3 നമ്മൾ എഴുതുമ്പോഴും അതേ ഓർഡർ തന്നെ വേണം നമ്മൾ ഡാറ്റ കയറ്റുക. അപ്പൊ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ SQL ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിൾ ക്രിയേറ്റ് ചെയ്ത സ്കീമ ഡെഫിനിഷന്റെ ഓർഡർ എന്താണോ അതേ ഓർഡറിൽ വേണം നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും. അപ്പൊ അല്ലെങ്കിൽ അവിടെ എറർ വരും, നമുക്ക് ടൈപ്പ് മിസ്മാച്ച് എന്നുള്ളൊരു എറർ വരും. നോട്ട് ഇനഫ് വാല്യൂസ്ന്നോ അല്ലെങ്കിൽ എന്താണ് മിസ്മാച്ച് വാല്യൂ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എറർ അവിടെ വരും. ഓക്കെ, അപ്പോൾ ടപ്പിൾസിന്റെ ഓർഡറിലല്ല ആട്രിബ്യൂട്ട്സിന്റെ ഓർഡറിൽ തന്നെ വേണം നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അതായത് കാരണം നമ്മൾ ആ ഒരു ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ ഡൊമൈനും സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസും അതിന്റെ ഡാറ്റ ഫോർമാറ്റും ഓരോ ആട്രിബ്യൂട്ടിനും ഡിഫറെന്റാ. അപ്പൊ നമ്മൾ ഓർഡർ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഫോർമാറ്റിലും അല്ലെങ്കിൽ അതിന്റെ ഡൊമൈൻസിൽ മിസ്മാച്ച് വരും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓരോ ആട്രിബ്യൂട്ട്സിനും എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ്, അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, അതിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളതാണ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ വാല്യൂസ് ഓരോ റെക്കോർഡിലേക്കുള്ള ആട്രിബ്യൂട്ട് വാല്യൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡൊമൈനിൽ മിസ്മാച്ച് വരും. അപ്പോൾ അത് പ്രശ്നമാവും. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് പറയാവുന്ന വേറൊരു കാര്യമാണ് നൾ വാല്യൂ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോ നൾ വാല്യൂ, അതായത് നമ്മളിപ്പം ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിൾ എടുത്താൽ അതിനകത്ത് റോൾ നമ്പർ, നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ, 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫോൺ നമ്പർ എന്നുള്ള കുറെ ഇപ്പൊ 5-10 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യണമെങ്കിൽ ചില സ്റ്റുഡൻസിന് എന്താണ് ചിലപ്പം ഫോൺ നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ എന്നുള്ള ഒരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആ ഒരു സ്റ്റുഡന്റിന് ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് വാല്യൂ പ്ലേസ് ചെയ്യാൻ പറ്റും? നൾ വാല്യൂ പ്ലേസ് ചെയ്യാം. അപ്പൊ ഈ നൾ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറെ മീനിങ് ഉണ്ട്. ഒന്നാമത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് അവൈലബിൾ അല്ല, അൺനോൺ ആണ്. ഓക്കെ, ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൾ വാല്യൂ വെക്കാം. അതായത് അവൈലബിൾ അല്ലാത്ത വാല്യൂസ് ഉണ്ടല്ലോ, അപ്പം നള്ള് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റോയ്ക്ക് ആ ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആപ്ലിക്കബിൾ അല്ല.
അപ്പം ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൾ വാല്യൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പൊ നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സീറോ വാല്യൂ അല്ല അത്. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ അൺഅവൈലബിൾ ആണ്, അല്ലെങ്കിൽ അൺനോൺ ആണ്, അല്ലെങ്കിൽ അൺആപ്ലിക്കബിൾ ആണെന്നുള്ളൊരു മീനിങ് ആണ് ആ ഒരു നൾ വാല്യൂ എന്ന് വെച്ചിട്ട് നമ്മൾ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ ടപ്പിൾ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ആട്രിബ്യൂട്ടിന്റെയും വാല്യൂ. ഇപ്പൊ ടി ഓഫ് എ ഐ, ടി ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ഐ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ. എ ഐ എന്ന് പറഞ്ഞ ഐത്ത് ആട്രിബ്യൂട്ട് ആണ്, അതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ടി ഓഫ് എ ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടി ഓഫ് എ യു കോമ എ ബി കോമ എക്സെട്ര അപ് ടു എ ഡബ്ല്യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടപ്പിൾ, ടി എന്ന് പറഞ്ഞ ടപ്പിളിന്റെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂവിന്റെ ഓർഡർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ആ എല്ലാ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ടി എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ടി എപ്പോഴും നമ്മുടെ റിലേഷണൽ മോഡലിൽ നമ്മൾ ടപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്, കൺസ്ട്രെയിൻസ് ഇൻ റിലേഷണൽ മോഡൽ. അപ്പൊ നമ്മള് ഇതിനകത്ത് ഓൾറെഡി നമ്മൾ കുറെ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ SQL നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ ടേബിൾ ക്രിയേഷനിൽ തന്നെ കുറെ കൺസ്ട്രെയിൻസ് നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റിന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ, ഒരു സ്റ്റുഡന്റ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ റിലേഷനിൽ കുറെ കോളംസ് ഉണ്ട്. ആ കോളത്തിന്റെ ഓരോത്തിന്റെയും ഡേറ്റ ടൈപ്പിൽ നമുക്കൊരു കൺസ്ട്രെയിൻസ് കൊടുക്കാം. അതായത് റോൾ നമ്പർ എന്ന് പറയുന്നത് ഇന്റിജർ ആവണം, അതൊരു കൺസ്ട്രെയിന്റ് ആണ്. അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്, അതിന്റെ കൂടെ അറ്റെന്നുള്ള ഒരു സിമ്പിൾ വേണം. അങ്ങനെയൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യണതെല്ലാം ഓരോ കൺസ്ട്രെയിൻസ് ആണ്. അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു കൺസ്ട്രെയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു റിലേഷൻ സ്റ്റേറ്റിലെ എല്ലാ വാല്യൂസും ഓരോ പെർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് കൊണ്ട് പറയണത്. ഓക്കെ, അതായത് നമ്മുടെ ഒരു റിലേഷൻ സ്റ്റേറ്റ് എടുത്താൽ, അല്ലെങ്കിൽ ഒരു റിലേഷനിൽ കുറെ ടപ്പിൾസ് ഉണ്ടല്ലോ, ആ ടപ്പിൾസിൽ ഓരോ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നതാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ബേസിക്കലി നമ്മൾക്ക് അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റ മോഡലിൽ 3 ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കീ കൺസ്ട്രെയിൻസ് ആണ്, സെക്കൻഡ് വൺ എന്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്, തേർഡ് വൺ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് വേറൊരു കൺസ്ട്രെയിന്റ് വരുന്നതാണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ്. അങ്ങനെ 4 കൺസ്ട്രെയിൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ 3 എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് ആണ്, പിന്നെ നാലാമത്തത് ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് ആണ്. അതായത് നമ്മൾ ഡേറ്റാബേസ് അല്ലെങ്കിൽ റിലേഷൻ സ്കീമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് ആണ് കീ കൺസ്ട്രെയിൻസ്, എന്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. അപ്പൊ നിങ്ങൾ ലാബിൽ ചെയ്തപ്പം DDL കമാൻഡ്സും DML കമാൻഡ്സും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് എന്താണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില ആട്രിബ്യൂട്ട്സ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ചില ആട്രിബ്യൂട്ട്സ് നമ്മൾ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ടണൽ കൺസ്ട്രെയിൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചെയ്തോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. അപ്പൊ DDL കമാൻഡ്സിൽ നമുക്ക് കുറെ കൺസ്ട്രെയിൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊക്കെ പെട്ടതാണ് കീ കൺസ്ട്രെയിൻസും എന്റിറ്റി ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസും റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. അതൊക്കെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്യണം. അത് കൂടാതെ വരുന്ന ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് ആണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ്. അപ്പൊ അതിനകത്ത് നൾ വാല്യൂ സെറ്റ് ചെയ്യാനുള്ള കുറെ കൺസ്ട്രെയിൻസ് ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കീ കൺസ്ട്രെയിൻസ് എന്താന്നുള്ളത്. അപ്പൊ കീ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നമുക്ക് കുറെ കീസ് ഉണ്ട്, നമുക്ക് ഡാറ്റാബേസിൽ കുറെ കീസ് ഉണ്ട്. പ്രൈമറി കീ എന്ന് പറയും, സൂപ്പർ കീ എന്ന് പറയും, കാൻഡിഡേറ്റ് കീ എന്ന് പറയും, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് കീ, 3 കീസ് ബേസിക്കലി ഉണ്ട്. അത് കൂടാതെ ഓൾട്ടർനേറ്റ് കീസ് ഉണ്ട്, ഫോറിൻ കീസ് ഒക്കെ ഉണ്ട്. ഈ ഫോറിൻ കീയിൽ വരുന്നതാണ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കീ കൺസ്ട്രെയിൻസിൽ സൂപ്പർ കീ എന്താന്ന് പറയാൻ പറ്റും. സൂപ്പർ കീ എന്ന് പറഞ്ഞാല് നമുക്കിപ്പം സൂപ്പർ കീ, അതായത് നമുക്കിപ്പോ ഒരു റിലേഷൻ എടുത്തു, റിലേഷനിൽ കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇനി ആ സെറ്റ് ഓഫ് കുറെ ആട്രിബ്യൂട്ട്സിൽ നമുക്ക് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് സൂപ്പർ കീ ആണെന്ന് പറയാൻ പറ്റും വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻ ദാറ്റ് no 2 tuples in any value relation state R of R will have the same value for super key. That is, for any distinct tuples T1 and T2 in R of R, T1 of Sk not equal to T2 of Sk.
ദിസ് കണ്ടീഷൻ മസ്റ്റ് ഹോൾഡ് ഇൻ എനി വാലിഡ് സ്റ്റേറ്റ് ആർ ഓഫ് ആർ. അതായത് നമ്മളിപ്പോ കീ എന്താണെന്ന് അറിയാം. കീ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആട്രിബ്യൂട്ട്. ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് യുണീക്ക്ലി ഓരോ റോയിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോ നമുക്ക് ഇതിനകത്ത് കുറെ നൊട്ടേഷൻസ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഫോർമൽ ഡെഫിനിഷൻസ് പറഞ്ഞു. അതിനകത്തുള്ളതാണ് ടപ്പിൾസ് T1 ആൻഡ് T2. T1 ആൻഡ് T2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടപ്പിൾ ആൻഡ് സെക്കൻഡ് ടപ്പിൾ, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ടപ്പിൾസ്. അപ്പോൾ സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ ക്യാപിറ്റൽ ആറിലെ സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പം സിംഗിൾ ആട്രിബ്യൂട്ട് അല്ല, ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ സൂപ്പർ കീ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ രണ്ട് ടപ്പിൾസിൽ സെയിം വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, റോൾ നമ്പർ കോമ നെയിം എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതിനെ നമുക്ക് സൂപ്പർ കീ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ റോൾ നമ്പർ കോമ നെയിം എന്നുള്ള സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ രണ്ട് ടപ്പിൾസിൽ സെയിം വരാൻ പാടില്ല. അതായത് രണ്ട് ഡിഫറെന്റ് സ്റ്റുഡന്റിനെ വെച്ചിട്ട് നമുക്ക് ആ റോൾ നമ്പർ നെയിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനാണ് നമ്മൾ സൂപ്പർ കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ഫോർമൽ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോ ടു ടപ്പിൾസ് ഇൻ എനി വാലിഡ് റിലേഷൻ സ്റ്റേറ്റ് ആർ ഓഫ് ആർ. ആർ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിലേഷൻ സ്റ്റേറ്റ്, കുറെ റോസ് ആയിട്ട് നമ്മളൊരു റിലേഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൽ ഹാവ് ദ സെയിം വാല്യൂ ഫോർ സൂപ്പർ കീ. ആ സൂപ്പർ കീ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ആ ഒരു റിലേഷൻ സ്റ്റേറ്റിൽ രണ്ട് ടപ്പിൾസിന് സെയിം വരാൻ പാടില്ല. ദാറ്റ് ഈസ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നതാണ് ഫോർ എനി ഡിസ്റ്റിങ്ക്ട് ടപ്പിൾസ് T1 ആൻഡ് T2. രണ്ട് ഡിസ്റ്റിങ്ക്ട് ടപ്പിൾസ്, ഒരു റിലേഷൻ സ്റ്റേറ്റിലെ രണ്ട് ഡിസ്റ്റിങ്ക്ട് ടപ്പിൾസ്, T1 എന്നുള്ള ഒരു ടപ്പിളും T2 എന്ന് പറഞ്ഞ ടപ്പിൾ, രണ്ട് റോ, അതിനകത്ത് T1 ഓഫ് SK നോട്ട് ഈക്വൽ ടു T2 ഓഫ് SK. അതായത് T1 ഓഫ് SK എന്ന് പറഞ്ഞാൽ എന്താ? T1 ഓഫ് റോൾ നമ്പർ കോമ നെയിം നോട്ട് ഈക്വൽ ടു T2 ഓഫ് റോൾ നമ്പർ കോമ നെയിം. അതായത് ഒരു റിലേഷൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു ടേബിൾ എടുത്താൽ അതിനകത്ത് നമ്മൾ സൂപ്പർ കീ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ രണ്ട് റോയിൽ സെയിം വരാൻ പാടില്ല. അതായത് രണ്ട് റോയിൽ സെയിം വരാൻ പാകത്തിനുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ സൂപ്പർ കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം നെയിം കോമ ഏജ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ എടുക്കുക. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നെയിം കോമ ഏജ് എന്നുള്ള ഒരു കോമ്പിനേഷൻ എടുത്താൽ നെയിം കോമ ഏജ് മേ ബി ഒരു റിലേഷനിൽ രണ്ട് റോയിൽ സെയിം വരാം. ഫോർ എക്സാമ്പിൾ, അനു എന്നുള്ള ഒരു പേരും 18, വേറൊരു കുട്ടി ആ സെയിം ക്ലാസ്സിൽ തന്നെ വേറൊരു കുട്ടിക്കും എന്താണ് അനു എന്നുള്ള പേര് വരാം, സെയിം ഏജ് വരാം. അപ്പം അനു കോമ 18 എന്ന് കൊടുത്താൽ അതൊരു സൂപ്പർ കീ കോമ്പിനേഷൻ അല്ല. കാരണം എന്താ? രണ്ട് ടപ്പിൾസിൽ ആ ഒരു സൂപ്പർ കീയുടെ വാല്യൂസ് സെയിം വന്നു. പക്ഷെ അതെന്താണ്? അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സൂപ്പർ കീ അല്ല. അപ്പൊ യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം എന്ത്? ഒരു സൂപ്പർ കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് കണ്ടീഷൻ മസ്റ്റ് ഹോൾഡ് ഇൻ എനി വാലിഡ് സ്റ്റേറ്റ് ആർ ഓഫ് ആർ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എല്ലാ വാലിഡ് സ്റ്റേറ്റിലും ട്രൂ ആയിരിക്കണം. ഇതാണ് അതിന്റെ ജനറൽ ഡെഫിനിഷൻ, സൂപ്പർ കീയുടെ ഡെഫിനിഷൻ. ഇനി ഇതിനകത്ത് സൂപ്പർ കീ എന്താണെന്ന് മനസ്സിലായി. ഇനി അതിന്റെ മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് സൂപ്പർ കീ എന്ന് പറയുന്നത് വിത്ത് ദ കണ്ടീഷൻ T1 ഓഫ് SK നോട്ട് ഈക്വൽ ടു T2 ഓഫ് SK. അപ്പൊ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് കൂടുന്നതാണ് സൂപ്പർ കീ. ആ സൂപ്പർ കീകളിൽ ഈ കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ സൂപ്പർ കീ നമുക്കൊരു ടേബിളിൽ കിട്ടും. അതിനകത്ത് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സൂപ്പർ കീനെ നമ്മൾ എന്ത് പറയും? കീ എന്ന് പറയും. ഓക്കെ, കീ എന്നുള്ള ടേം കൊണ്ട് പറയും. ദാറ്റ് ഈസ് മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ എന്ത് പറയാ? കീ എന്ന് പറഞ്ഞിട്ട് പറയണത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ സൂപ്പർ കീ അല്ലെങ്കിൽ കീ കണ്ടുപിടിക്കാനുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്കിപ്പോ ഈ നമ്മുടെ എക്സാമിനൊക്കെ ബിടെക്കിന് ഇതിനകത്തുള്ള എക്സാമിലല്ല, ജനറൽ എക്സാമിലൊക്കെ ഇതുപോലത്തെ സൂപ്പർ കീ ആണോ, കാൻഡിഡേറ്റ് കീ ആണോ, അല്ലെങ്കിൽ കീ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കുറെ കോമ്പിനേഷൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോ അതിനകത്ത് മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ എന്ത് പറയാ? സോ കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിനിമൽ സൂപ്പർ കീ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് എ കീ ഈസ് എ സൂപ്പർ കീ K such that removal of any attribute from K results in a set of attributes that is not a super key. അതായത് നമ്മളിപ്പോ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ സൂപ്പർ കീ ആയിട്ട് എടുത്തു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിനെ റിമൂവ് ചെയ്താൽ റിമൂവൽ ഓഫ് എനി ആട്രിബ്യൂട്ട് ഫ്രം K റിസൾട്ട് ഇൻ എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് നോട്ട് എ സൂപ്പർ കീ. അപ്പം അതിനെ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എടുത്തു, അതിനകത്ത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്താൽ
പിന്നെ കിട്ടുന്ന കോമ്പിനേഷൻ എന്താവാൻ പാടില്ല? സൂപ്പർ കീ ആവാൻ പാടില്ല. അതാണ് മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ എപ്പോഴും കീ എന്ന് പറയുള്ളൂ. അപ്പൊ കീയും സൂപ്പർ കീയും നമ്മൾ ഡിഫറൻസ് ഉണ്ട്. നമുക്കിപ്പോ ഒരു ടേബിൾ എടുത്താൽ റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു കീ ആണ്. റോൾ നമ്പർ കോമ നെയിം എന്ന് പറയുന്നത് റോൾ നമ്പർ കോമ നെയിം കോമ ഏജ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്? ഓരോ സൂപ്പർ കീസ് ആണ്. അപ്പൊ അതിനകത്ത് സൂപ്പർ കീകളിൽ മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ എന്ത് പറയണത്? കീ എന്ന് പറയുന്നത്. അപ്പൊ റോൾ നമ്പർ കോമ നെയിം എന്ന് പറഞ്ഞത് എന്താണ്? നമുക്ക് വേണമെങ്കിൽ ഒരു കീ എന്ന് പറയാൻ പറ്റും. കാരണം അല്ലെങ്കിൽ അതിന് റോൾ നമ്പർ കോമ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു സൂപ്പർ കീ ആണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് റിമൂവ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ കോമ നെയിം എന്ന് പറഞ്ഞതിൽ നെയിമിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? റോൾ നമ്പർ മാത്രം കിട്ടും. അതും ഒരു സൂപ്പർ കീ ആണ്. അതും വെച്ചിട്ട് നമുക്ക് ഓരോ ടപ്പിൾസിനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് റോൾ നമ്പർ കോമ നെയിം എന്ന് പറയുന്നത് ഒരു കീ അല്ല. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മളൊരു സൂപ്പർ കീ എടുത്തു, സൂപ്പർ കീ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ ഒരു സൂപ്പർ കീയുടെ സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആട്രിബ്യൂട്ട് വീണ്ടും അഗെയിൻ ഒരു സൂപ്പർ കീ ആണ് എന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ എന്താണ്? ഒരു കീ അല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു പ്രോബ്ലം അല്ല സെറ്റ് ഓഫ് റിലേഷൻ സ്കീമ തന്നിട്ട് അതിനകത്ത് സൂപ്പർ കീ ഏതാണ് അല്ലെങ്കിൽ കീ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാം. അവള് പ്രോബ്ലം ചെയ്യാൻ പറ്റും, ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കീയുടെയും സൂപ്പർ കീയുടെയും ഡെഫിനേഷൻ. അപ്പൊ ഇത് ഡെഫിനേഷൻ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുക. സൂപ്പർ കീ എന്താന്നുള്ളതിന്റെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നോ ടു ടപ്പിൾസ് ഇൻ എ വാലിഡ് റിലേഷൻ സ്റ്റേറ്റ് ആർ ഓഫ് ആർ വിൽ ഹാവ് ദ സെയിം വാല്യൂ ഫോർ എസ്കേ. അതാണ് സൂപ്പർ കീയുടെ ഡെഫിനേഷൻ. ഇനി കീ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മിനിമൽ സൂപ്പർ കീ ആണ്. ഈ മിനിമൽ സൂപ്പർ കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് സൂപ്പർ കീ ആയിട്ട് എടുത്താൽ ആ സൂപ്പർ കീയിൽ നിന്ന് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യുമ്പോൾ സ്റ്റിൽ അതൊരു സൂപ്പർ കീ ആണ് എന്നുണ്ടെങ്കിൽ അത് മിനിമൽ അല്ല, അതൊരു കീ അല്ല, അതൊരു സൂപ്പർ കീ തന്നെയായിരിക്കും. മിനിമൽ ആയിട്ട് വരുമ്പോഴാണ് അത് കീ ആവുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് അടുത്ത ദിവസമൊക്കെ കൺസ്ട്രെയിൻസ് ആണ് പഠിപ്പിക്കാനുള്ളത്. കൺസ്ട്രെയിൻസ് തന്നെ കുറേയുമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് SQL ആണ്. അപ്പൊ SQL നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ലാബിലും കൂടി പഠിക്കുന്നതാണല്ലോ. അപ്പൊ ഇതിനകത്ത് കുറെ തിയറി പോർഷൻസ് ആണ് ഉള്ളത്. തിയറി പോർഷൻസ് കവർ ചെയ്ത് പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് റിലേഷണൽ ആൾജിബ്ര, റിലേഷണൽ കാൽക്കുലസ്. ഓക്കെ.